അനുസ്മരണ സമ്മേളനത്തിൽ ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി മുൻ BCC കേന്ദ്ര സമിതി ലീഡർ സെബാസ്റ്റ്യൻ സാറ്റൻ വാഴ്വേലിയെ ക്ഷണിച്ചുകൊള്ളുന്നു. മരണമെന്ന പരമമായ സത്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു ഇടവക സമൂഹമാണ് ഇന്ന് നമ്മൾ. മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കുമെന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ പ്രതീക്ഷിക്കാത്ത നേരത്ത് കടന്നു വരുന്ന ചില വ്യക്തികളുടെ മരണങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. അത്തരത്തിലുള്ള ഒരു മരണമാണ് പ്രിയങ്കരനായ ജോളിയച്ചൻ്റെ മരണം. 2022 ഏപ്രിൽ മാസമാണ് പ്രിയങ്കരനായ ജോളിയച്ചൻ നമ്മുടെ ഇടവകയിൽ വികാരിയായി ചാർജ് എടുക്കുന്നത്. നമുക്കറിയാം, ആ കാലഘട്ടം കൊറോണ എന്ന മഹാമാരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ലോക ജനത രക്ഷപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുമിച്ച് കൂടുവാനുള്ള ദേവാലയങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ അടച്ചുപൂട്ടിപ്പെട്ടപ്പോൾ, ദിവ്യബലിയിൽ പങ്കെടുക്കാൻ നമുക്ക് പറ്റാതെ വന്നപ്പോൾ, ദിവ്യകാരുണ്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ വന്നപ്പോൾ, നമ്മളും നമ്മുടെ കൊച്ചുമക്കളും ഒക്കെ മൊബൈൽ അഡിക്ഷനിലേക്കും ഓൺലൈൻ അഡിക്ഷനിലേക്കും ഒക്കെ മാറിയ ഒരു കാലഘട്ടം. ആ കാലഘട്ടം കഴിയുമ്പോഴാണ് വിശുദ്ധ യൗസേപ്പിൻ്റെ ഭക്തനായ ജോളിയച്ചൻ നമ്മുടെ പരിശുദ്ധ അമലോത്ഭവമാതാ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. 300-ൽ താഴെ കുടുംബങ്ങൾ മാത്രമുള്ള ഈ കൊച്ചു ഇടവകയിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ദിവ്യബലി അർപ്പിച്ചുകൊണ്ട്, ഞായറാഴ്ചകളിൽ 3 ദിവ്യബലികൾ അർപ്പിച്ചുകൊണ്ട്, ദിവ്യബലിയുടെ പ്രാധാന്യം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവമക്കളായ നമ്മെ എല്ലാവരെയും ദിവ്യബലിയിലൂടെ ദൈവത്തിലേക്ക്, യേശുവിലേക്ക് അടുപ്പിക്കുന്ന അച്ഛൻ. ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ആളുകളിൽ 90% ആളുകളും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന രീതിയിൽ ഒരുക്കുവാൻ അച്ഛന് സാധിച്ചു. നമ്മുടെ ഇടവക പരിധിയിലുള്ള രോഗികളായ, കിടപ്പ് രോഗികളായ ആളുകളുടെ ഭവനങ്ങളിലൊക്കെ അത് റീത്തുകളൊന്നും നോക്കാതെ അവർക്ക് എല്ലാ മാസവും കൃത്യമായി കുമ്പസാരിക്കുന്നുള്ള സൗകര്യവും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നുള്ള സൗകര്യവും ബഹുമാനപ്പെട്ട ജോളിയച്ചൻ എന്നും നിർവഹിച്ചിരുന്നു. ഓരോ മക്കളും തങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി, ജീവിത വ്യാധികളുമായി ഈ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനാ സഹായത്തിനായി ഓടിയെത്തുമ്പോൾ, അത് ഓഫീസിലായിക്കോട്ടെ പള്ളിയിൽ വെച്ചായിരിക്കോട്ടെ, അവരൊക്കെ തൻ്റെ പ്രാർത്ഥനാ മുദ്രയായ ക്രൂശിത രൂപം തൂങ്ങുന്ന വിശുദ്ധ കുരിശ് അവരുടെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ആ ആശ്വാസവും സമാധാനവും നമ്മളൊന്ന് കാണേണ്ടതാണ്. 2023-25 കാലഘട്ടത്തിൽ BCC ലീഡർ എന്ന രീതിയിൽ ജോളിയച്ചനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ, ജോളിയച്ചൻ്റെ സ്നേഹം ആവോളം ആസ്വദിക്കുവാൻ കഴിഞ്ഞ ഒരു എളിയ വ്യക്തി എന്ന നിലയിൽ ഞാനൊരു ജോളിയച്ചൻ്റെ ഒരു പ്രാർത്ഥന അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ബുധനാഴ്ചകളിൽ ഇവിടെ 6 ശുശ്രൂഷകളാണുള്ളത്. 6 വിശുദ്ധ കുർബാനയും ആരാധനയും നൊവേനയും ഉൾപ്പെടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ ശുശ്രൂഷകളിലൊക്കെ നേർച്ചക്കഞ്ഞിയും ഉച്ചയ്ക്ക് നേർച്ച ഭക്ഷണവും കൊടുക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് ബുധനാഴ്ച ദിവസം അച്ഛൻ വന്നതിന് ശേഷം തുടങ്ങിയത്. ഏതാണ്ട് 40,000 രൂപയോളം ആ ഒരു ദിവസത്തെ ശുശ്രൂഷയ്ക്ക് നമുക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യം നിങ്ങളിൽ ഏതാനും പേർക്ക് മാത്രമേ ഒരുപക്ഷെ ചിലപ്പോൾ അറിയാൻ സാധിക്കുകയുള്ളൂ. പല ബുധനാഴ്ചകളിലും ആവശ്യമായ സാമ്പത്തിക ഫണ്ട് ലഭിക്കാതെ വരുമ്പോൾ ഞാനൊക്കെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ചൊവ്വാഴ്ച ദിവസം രാത്രിയിൽ 9 മണിക്ക് ശേഷം അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ അൾത്താരയിലെ സക്രാരിക്ക് മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് തൻ്റെ ഒരു കയ്യിൽ ജപമാലയും മറു കയ്യിൽ ബൈബിളും പിടിച്ചുകൊണ്ട് തൻ്റെ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് ഈ ഇടവകയുടെ ആവശ്യങ്ങൾ
ആ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന. അത് കാണുന്നവർക്കറിയാൻ പറ്റും. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്കുള്ള കുർബാനയ്ക്ക് മുമ്പായി അതിനാവശ്യമായ ഫണ്ടുകൾ ആരുടെയെങ്കിലൊക്കെ കൈകളിലൂടെ ഈ ദേവാലയത്തിലേക്ക് എത്തിയിട്ടുള്ള അത്ഭുതകരമായ ഒരു കാഴ്ച. അങ്ങനെയുള്ള ആ ജോളിയച്ചൻ്റെ ആ പ്രാർത്ഥനാ ജീവിതത്തിന് മുമ്പിൽ, ആ സ്നേഹത്തിന് മുമ്പിൽ, ആ എളിമയ്ക്ക് മുമ്പിൽ നിറക്കണ്ണുകളോടെ കൂപ്പുകൈകളോടെ അച്ഛനെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അനുസ്മരണ സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന വരാപ്പുഴ അതിരൂപത BCC ഡയറക്ടർ റവറന്റ് ഫാദർ ഏസാസ് പഴമ്പള്ളിയെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ദാവീദ് മഹാരാജാവിനെ കുറിച്ച് വേദപുസ്തകം അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ദാവീദ് തൻ്റെ ചുമതലകളെല്ലാം നിറവേറ്റിയതിനു ശേഷം ദൈവത്തോട് ചേർന്നു എന്ന്. ചിറ്റൂര് സെമിത്തേരിയിൽ നിന്നും ജോളിയച്ചൻ്റെ പൂജ്യശരീരത്തെ വന്ദിച്ച് തിരിച്ചു വരുമ്പോൾ ഏറെ പ്രായമുള്ള ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, യേശുദാസേ, എടോ, മരിക്കണമെങ്കിൽ ഇങ്ങനെയല്ലേ മരിക്കേണ്ടതെന്ന്. ലൂർദ് ആശുപത്രിയിൽ നിന്നും മരണവാർത്ത അറിഞ്ഞ സമയം ഓടിച്ചെല്ലുമ്പോൾ മോർച്ചറിയിലായിരുന്നു ജോളിയച്ചൻ്റെ പൂജ്യ ശരീരം. തൊട്ടടുത്ത് നിന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു. ആ മുഖം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ എന്തുമാത്രം തേജസ്സായിരുന്നു ആ മുഖത്തുണ്ടായത്. വേദനയുടെ ദുഃഖത്തിൻ്റെ ഒരു തരി പോലുമില്ലാതെ ഈശോയെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന മനോഹരമായ തേജസ് ജോളിയച്ചൻ്റെ സ്വന്തമായിരുന്നു. അതുകൊണ്ടാകണം ചിറ്റൂർ പള്ളിയിൽ വച്ചിരിക്കുന്ന വലിയ ബോർഡിൽ ഒരു 4 വയസ്സുകാരൻ കൊച്ച് ഇങ്ങനെ എഴുതി വെച്ചത്: എനിക്കും ജോളിയച്ചനെ പോലെ ഒരച്ഛനാകണം. ഓർമ്മകളിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിയർപ്പൊഴുക്കിയ അങ്കമാലി യൂദാപുരം പള്ളിയുണ്ട്. കൊടുംവേനലിൽ ഞങ്ങൾ കുറേയധികം അച്ഛന്മാര് ചെറിയ കുടുസായ മുറിയിലിങ്ങനെ ഉച്ചഭക്ഷണം കഴിച്ച് കുറച്ചു നേരം മയങ്ങുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് മയങ്ങാതെ ഉറക്കമുണർന്ന് അവിടെ വരുന്ന രോഗികളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ജോളിയച്ചനെ കാണും. ചോദിക്കും, കുറച്ച് വിശ്രമിച്ചുകൂടെ? മറുപടി മനോഹരമായൊരു ചിരി മാത്രം. വീണ്ടും ജോളിയച്ചനൊക്കെ ശേഷം അങ്കമാലി യൂദാപുരം പള്ളിയിൽ റെക്ടറായി ഞാൻ ചെല്ലുമ്പോൾ ഒരു ഉച്ചയ്ക്ക് നന്നേ പ്രായമുള്ള ഒരമ്മ എന്നെ കാണാൻ വന്നു. അമ്മയുടെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവരെനിക്ക് തന്ന കുർബാനപ്പണം ഞാൻ സ്വീകരിച്ചു. എൻ്റെ കയ്യിൽ മൊത്തിക്കൊണ്ട് ആ അമ്മ പറഞ്ഞു, ജോളിയച്ച, ഞാൻ പോട്ടെ. ഞാൻ ചിരിച്ചു. എന്നിട്ട് ഞാൻ ജോളിയെ വിളിച്ചു പറഞ്ഞു, താൻ പോയിട്ടും 10 വർഷത്തിനടുത്തായിട്ടും ഇപ്പോഴും യൂദാപുരത്തെ എല്ലാ അച്ഛന്മാരുടെയും പേര് ഒരൊറ്റ പേരാണ്, ജോളി എന്ന. അദ്ദേഹവും അത് കേട്ട് ചിരിച്ചു കാണും. പ്രിയ സ്നേഹിത, ഞങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലേക്ക് നടന്നു പോയവനെ, നിന്റെ ജീവിതം ഒരു മാലാഖ കണക്ക് ഈ ലോകത്തിന് പ്രതീക്ഷയാകട്ടെ. നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി വരാപ്പുഴ അതിരൂപത ചാൻസലർ റവറന്റ് ഫാദർ എബിച്ചിൻ അറക്കിലെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജോളിയച്ചൻ നമ്മെ വിട്ടു പോയി എന്ന് വിശ്വസിക്കാതിരിക്കാനാണ് എനിക്കിഷ്ടം. ജോളിയച്ചൻ ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഞാൻ നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനത്തിന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ജോളിയച്ചൻ്റെ അമ്മയും ചേട്ടനും അനിയനും സഹോദരി സിസ്റ്റർ സിന്ധുവും അരമനയിൽ വന്ന്
പിതാവിനോടും അതിനുശേഷം എന്നോടും ഒത്തിരി നേരം സംസാരിച്ചിരുന്നു. ഇന്ന് ജോളിയച്ചൻ്റെ അമ്മയുടെ ജന്മദിനമാണ്. ജോളിയച്ചൻ്റെ അമ്മ വളരെ സ്നേഹത്തോടെ മകനെ ഓർത്തു. ജോളിയച്ചൻ്റെ അപ്പച്ചൻ ഈ ലോകത്ത് നിന്ന് പോയതും 53-ാമത്തെ വയസ്സിലാണ്, ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്നലെ ചിറ്റൂർ സെമിത്തേരിയിൽ വെച്ച് ജോസ് ചേട്ടൻ എന്നോട് പറഞ്ഞു, ജോളിയച്ചൻ്റെ കുഴിയുടെ തൊട്ടടുത്ത് അപ്പച്ചനെയും അടക്കിയത് തൊട്ടടുത്ത കല്ലറയിൽ തന്നെയാണ്. യാദൃച്ഛികമായി ജോളിയച്ചനും അന്ത്യവിശ്രമം കൊള്ളുന്നത് അപ്പച്ചൻ്റെ തൊട്ടടുത്ത്, അപ്പച്ചൻ്റെ ഏതാണ്ട് അതേ പ്രായത്തിൽ. ഇന്ന് അമ്മയും ചേട്ടനും അനുജനുമൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ജോളിയച്ചൻ്റെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിജയം. ഞങ്ങളുടെ ഇതൊരു കുഞ്ഞു വീടായിരുന്നു, പക്ഷെ ജോളിയച്ചൻ പ്രാർത്ഥിച്ച് ഞങ്ങളെ വളർത്തി. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടി. ജോളിയച്ചൻ ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല, ഭൗതികമായ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. വല്ലപ്പോഴും വീട്ടിൽ വരുമ്പോഴും 1-1.5 മണിക്കൂറോ വീട്ടിൽ ചിലവഴിക്കും. ഒരുപക്ഷെ അല്പം ഭക്ഷണം കഴിച്ച് അമ്മയുടെ ആശീർവാദം വാങ്ങിപ്പോകും. അവസാനം ആശുപത്രിയിലേക്ക് പോയതും അമ്മയുടെ ആശീർവാദം വാങ്ങിയിട്ടാണ്. ആർക്കും ഒരുപക്ഷെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അച്ഛൻ്റെ ജീവിതം. സ്വന്തമായി ഒന്നും സ്വരുക്കൂട്ടിയില്ല. ജോളിയച്ചൻ്റെ മരണപത്രം വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് അതാണ്. സ്വന്തമായി പറയത്തക്കതായി ഒന്നുമില്ല. അമ്മയും ചേട്ടനും അനുജനുമൊക്കെ പറഞ്ഞു, ജോളിയച്ചൻ്റെ കയ്യിൽ ഒന്നും കാണില്ല. പലപ്പോഴും അച്ഛന്മാരുടെ നിര്യാണശേഷം മുറി പൂട്ടി സീൽ ചെയ്ത് പിന്നീട് മരണപത്രം അനുസരിച്ച് അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഭൂരിഭാഗം സമയത്തും ഒരു അതിരൂപത ചാൻസലറുടെ കർത്തവ്യമാണ്. ജോളിയച്ചൻ നമ്മെ വിട്ടുപോയ രാത്രിയിൽ ഞാനിവിടെ വന്നിരുന്നു. കുറേ സമയം ചിലവഴിച്ചിട്ടും ജോളിയച്ചൻ്റെ വ്യക്തിപരമായ രീതിയിലുള്ള ഒന്നും കാണാൻ സാധിച്ചില്ല മുറിയിൽ. അത് ചേട്ടനും ഒക്കെ പറഞ്ഞു, അച്ഛൻ ഒന്നും കാണില്ല. ജോളിയച്ചൻ അങ്ങനെയാണ്, സ്വന്തമായി ഒന്നും സ്വരുക്കൂട്ടാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു വൈദികൻ. ആരോടും പരിഭവമില്ലാതെ, ഒരുപക്ഷെ തന്നോട് ആരെങ്കിലും നീരസത്തോടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാതെ ജോളിയച്ചൻ കിടന്നുറങ്ങിയിട്ടില്ല. എന്നും ഹൃദയത്തിൽ സ്നേഹം സൂക്ഷിച്ച്, മുഖത്ത് ആ പുഞ്ചിരി, ഉള്ളിലെ നന്മയുടെ പുഞ്ചിരി പ്രകാശിപ്പിച്ച് കടന്നുപോയ ഒരു വൈദികൻ. ഒരുപക്ഷെ ഒരായുസ് മുഴുവൻ അല്ലെങ്കിൽ അതിനപ്പുറം ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ ചെയ്തു തീർത്തതിനാൽ ആകണം ദൈവം പറഞ്ഞത്, മോനെ ഇങ്ങോട്ട് പോര്, നീ ഒരുപക്ഷെ ചെയ്തു തീർക്കേണ്ട ജോലികൾക്കപ്പുറം ചെയ്തു തീർത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നിനക്ക് ഇവിടെ വന്ന് എൻ്റെ സന്നിധിയിൽ വിശ്രമിക്കാം. ആ വിളിയായിരിക്കണം ജോളിയച്ചനെ തേടിയെത്തിയത്. ധൃതി പിടിച്ച് ഓടി നടന്ന് ശുശ്രൂഷ ചെയ്ത ജോളിയച്ചൻ ധൃതി പിടിച്ച് തിരക്കോടു തന്നെ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഈ ലോകത്ത് വലിയ ഒരു മാതൃകയും നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനവുമൊക്കെയായി ഇങ്ങനെ ഇനിയും ജോളിയച്ചൻ നിറഞ്ഞു നിൽക്കും. ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ജോളിയച്ചൻ്റെ ഫോട്ടോസൊക്കെ തിരഞ്ഞപ്പോൾ എല്ലാ ഫോട്ടോയിലും ആ ഒരു ചിരിയുണ്ട്. ഏത് സാഹചര്യത്തിലിങ്ങനെ ആ ഒരു ചിരിയോട് കൂടിയുള്ള ചിത്രങ്ങളാണ് കിട്ടിയത്. നമ്മുടെ ഇടയിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ആ മുഖം. യേശുദാസൻ പറഞ്ഞതുപോലെ മരിച്ചു കിടന്നപ്പോഴും ഞാൻ ആ സമയത്തൊക്കെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നതാണ്. അച്ഛൻ്റെ ആ അവസാന നിമിഷങ്ങളിലുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തും ആ മുഖത്തെ ഒരു തേജസ്സും ചൈതന്യവും മാഞ്ഞും പോയിരുന്നില്ല. പിന്നീട് കുറച്ചുകൂടി പ്രകാശം വന്നതുപോലെ, കുറച്ചുകൂടി ഒരു ചൈതന്യം മുഖത്ത് നിന്നതുപോലെ. മരിക്കുന്നതിനൊരു ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, എവിടെച്ചാ എന്നെ ഓർത്ത് പേടിക്കണ്ട കേട്ടോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല, എന്നോട് കുറിച്ച് ഓർത്ത് വറീഡ് ആവണ്ട, ഞാൻ ഹെൽത്തിയാണ്.
ഞാൻ ഹെൽത്തിയാണ്, അച്ഛൻ പേടിക്കണ്ട, ഇതന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് എല്ലാവരും വിശ്വസിച്ചു. വീട്ടുകാരും പറഞ്ഞു, ഞങ്ങളും വിശ്വസിച്ചു. അച്ഛന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചു. ദൈവം തൻ്റെ പ്രിയപ്പെട്ട മകനെ തൻ്റെ പക്കലേക്ക് വിളിച്ചു. നമ്മളത് വിശ്വസിക്കുന്നു. ജോളിയച്ഛൻ്റെ ഒരു നിമിഷം പോലും പാഴാക്കാതെയുള്ള ശുശ്രൂഷയാണ് ആയിരുന്നിടങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ ഈ വള്ളുള്ളി ഇടവകയിലും ഒത്തിരിയേറെ നന്മകൾ ചെയ്യാൻ സാധ്യമായത്. പരിശുദ്ധ അമ്മയെയും യൗസേപിതാവിനെയും കൂട്ടുപിടിച്ച് ദിവ്യകാരുണ്യനാഥനെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് കടന്നുപോയ ഒരച്ഛൻ. ഇന്ന് ചേട്ടൻ പറഞ്ഞു, ചേട്ടനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അനിയന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജോളിയച്ഛൻ്റെ പ്രാർത്ഥനയാണ് അച്ഛോ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. അനുജൻ ജോഷി പറഞ്ഞതാണ്. പക്ഷേ അച്ഛൻ തൻ്റെ കാര്യം നോക്കിയില്ല, ഞങ്ങളെ പ്രാർത്ഥിച്ച് ജീവിപ്പിച്ചു. പക്ഷേ അച്ഛൻ വിട്ടുപോയി. അവരും പ്രതീക്ഷിക്കുന്നു സ്വർഗത്തിൽ ഇനിയും പ്രാർത്ഥന തുടരാൻ ജോളിയച്ഛനുണ്ട്. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ജോളിയച്ഛനുണ്ട്. കാരണം പിതാവ് പറഞ്ഞതുപോലെ ജോളിയച്ഛൻ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. നമുക്കും ജോളിയച്ഛൻ്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യയാക്കാം. ജോളിയച്ഛൻ കാണിച്ചു തന്ന നല്ല വഴികൾ സ്വീകരിക്കാം. ആരോടും പരിഭവമില്ലാതെ. ഒരുപക്ഷെ ഈശോ പറഞ്ഞതുപോലെ നിന്നോട് ഏതെങ്കിലും രീതിയിൽ നിനക്ക് വിഷമം തരുന്നവർ നീ ഉൾക്കൊള്ളണം, സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞതുപോലെ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ഞങ്ങൾ അച്ഛന്മാരും തമാശയ്ക്ക് എന്തെങ്കിലും പറയുമ്പോഴും ജോളിയച്ഛൻ പുഞ്ചിരിക്കും. ജോളിയച്ഛൻ അതെല്ലാം ഹൃദയത്തിൽ സ്വീകരിക്കും. എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാമായി ജോളിയച്ഛൻ ജീവിച്ചു. അതുപോലെ കടന്നുപോയി. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ജോളിയച്ഛനെ കുറിച്ചാണ്. ജോളിയച്ഛൻ സ്വർഗത്തിൽ എല്ലാ സ്വർഗീയ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാനുള്ള ഭാഗ്യം അങ്ങേക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോളിയച്ഛൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ പ്രണാമം. അനുസ്മരണ സന്ദേശം നൽകുന്നതിനായി നമ്മുടെ മുൻ ഇടവക വികാരി ആന്റണി കൊപ്പാണ്ടിശ്ശേരി അച്ഛനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എൻ്റെ കൂടെ 2001 അസിന്ധിയായിട്ടുണ്ടായിരുന്നതാണ്. അന്ന് തുടങ്ങി എനിക്കുള്ള പരിചയമാണ്, അടുപ്പമാണ്. ആ ജീവിതശൈലി കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. ഇതുപോലെയൊരു ജീവിതശൈലി മറ്റുള്ളവരെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങളും അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അനുസ്മരണ സന്ദേശം നൽകുന്നതിനായി യൂത്ത് മിനിസ്ട്രി ഡയറക്ടർ വികാരി പാനായിക്കുളം ഫാദർ ജിജു തിയാടിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മളെല്ലാവരും വളരെ വേദനയോടെ ആയിരിക്കുന്ന ദിവസങ്ങളാണിതൊക്കെ. നമുക്കാർക്കും ഈ ഒരു വിയോഗം അത് ഇതുവരെയും സ്വീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ഇന്ന് ഈ ഉള്ളുവള്ളി ദേവാലയത്തിലേക്ക് വന്നപ്പോഴും അച്ഛൻ്റെ ആ ഒരു സാന്നിധ്യം ഇവിടെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഓർക്കുന്നത് ഓഗസ്റ്റ് 17-ാം തീയതി ഞങ്ങൾ പനായിക്കുളം ഇടവകയിലെ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ഒരു തിരുസ്വരൂപ പ്രയാണം ആരംഭിച്ചു. അതിന് തൊട്ട് തലേ ദിവസം ഞാൻ ജോളിയച്ഛനെ വിളിച്ചിരുന്നു. അഭിവന്ദ്യ ആന്റണി വാലിങ്കൽ പിതാവാണെന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് വന്നത്. സ്നേഹം നിറഞ്ഞ ജോളിയച്ഛനെ ഞാൻ അന്ന് വിളിച്ചു, അച്ഛനോടൊരു സന്ദേശം അന്ന് നൽകുവാൻ വേണ്ടിയിട്ട്. അച്ഛന് പിറ്റേ ദിവസം നല്ല തിരക്കാണ്, വൈകുന്നേരം ഇവിടെ കുർബാനയുണ്ട്. അച്ഛൻ്റെ ഒരു പ്രത്യേകത ഞാൻ എപ്പോഴും കാണുന്നത്, അച്ഛനൊരിക്കലും വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അച്ഛൻ നോ പറയില്ല. അത്തരത്തിലുള്ള ഒരു ഇടപെടലാണ് എപ്പോഴും ജോളിയച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒരു വിശുദ്ധനായ വൈദികൻ. നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിലെല്ലാം അച്ഛനെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങളാണ്. ഞാനും അച്ഛൻ്റെ അന്നത്തെ മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഏറ്റവും അവസാനം അച്ഛൻ്റെ ഭൗതിക ശരീരത്തിലെ പൂക്കളർപ്പിച്ച് അച്ഛൻ്റെ കാൽ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചത് അത്തരത്തിലുള്ളൊരു കാര്യം തന്നെ. എന്നെയും അച്ഛനെ പോലെ അല്ലെങ്കിൽ ഒരു നല്ലൊരു വൈദികനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീഷ്ണതയുള്ള, ഈശോയ്ക്ക് വേണ്ടി തീഷ്ണതയുള്ള ഒരു വൈദികനായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് അച്ഛൻ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കണമേ എന്നാണ്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അപ്രകാരം തന്നെയാണ്.
ഒരുപക്ഷെ ഒരു വിശുദ്ധരുടെ ഗണത്തിലേക്ക് അത് നമുക്കറിയില്ല എപ്പോഴാണ് എങ്ങനെയാണെന്ന്. പക്ഷേ സ്വർഗത്തിൽ ആയിരിക്കുന്നവരെല്ലാവരും തന്നെ വിശുദ്ധരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ജോളിയച്ചൻ്റെ ആ ഒരു മാധ്യസ്ഥ്യം അത് നമുക്കെല്ലാവർക്കും ഈ വള്ളുവള്ളി പ്രദേശത്തും വരാപ്പുഴ അതിരൂപതയിലും അച്ഛനെ അറിയാവുന്ന എല്ലാവർക്കും അച്ഛനോട് തീർച്ചയായിട്ടും അച്ഛനോട് ഈശോയോട് ഒരു മാധ്യസ്ഥ്യം, അച്ഛൻ്റെ ഒരു മാധ്യസ്ഥ്യം ഈശോയോട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് അച്ഛൻ്റെ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. അച്ഛനോട് സമീപനം നടത്തുമ്പോഴൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ ഒരിക്കലും അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ചിരിക്കാത്തൊരു മുഖമായിട്ട് അച്ഛനെ കാണാനായിട്ട് സാധിക്കില്ല. അത് ഞങ്ങൾ വൈദികരുടെ ഏത് കൂട്ടായ്മയിൽ വന്നിട്ടാണെങ്കിലും അവിടെയെല്ലാം അച്ഛൻ്റെ ഒരു പുഞ്ചിരിക്കുന്ന ഒരു മുഖമായിരിക്കും. വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കുന്ന, എപ്പോഴും ഒരു ദൈവത്തെക്കുറിച്ച്, ഒരു ദൈവാനുഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വൈദികനാണ് സ്നേഹം നിറഞ്ഞ ജോളിയച്ചൻ. അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് നിത്യശാന്തി നേരുന്നു, പ്രാർത്ഥിക്കുന്നു. അനുസ്മരണ സന്ദേശം നൽകുന്നതിനായി കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് സഹവികാരി സിനു ക്ലീറ്റസ് അച്ഛനെ ക്ഷണിച്ചോളൂ. വളരെ ദുഃഖകരമായ അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കറിയാം, സാധാരണ ഒരച്ഛനെ കുറിച്ച് പലപ്പോഴും അച്ഛന്മാർക്ക് മാത്രമായിരിക്കും നല്ല ഓർമ്മകൾ ഉണ്ടാവുക. എന്നാൽ അച്ഛനെക്കുറിച്ച്, അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും നല്ല ഓർമ്മകൾ ഒത്തിരി ഉണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിലും ഒത്തിരി ഓർമ്മകൾ ഉണ്ട്. അച്ഛൻ്റെ ഒപ്പം സേവനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അച്ഛൻ്റെ കൂടെ ആയിരിക്കാനായിട്ട്, അച്ഛൻ വടക്കേക്കോട്ടയുള്ളപ്പോൾ ആദ്യത്തെ ഇടവകയായിട്ട് ഞാൻ തൈക്കൊടുത്താണ് എത്തിച്ചേരുക. കൊറോണ കാലമായിരുന്നു. എന്നാലും അച്ഛന് വെറുതെ ഇരിക്കില്ല. അച്ഛൻ ഒത്തിരി പേർക്ക് സൗജന്യ കിറ്റുകൾ നൽകുവാനും സാനിറ്റൈസർ നൽകുവാനും, അതുപോലെ തന്നെ എല്ലായിടത്തും വിശ്വാസികൾ വിശുദ്ധ കുർബാന കാണുവാനായിട്ട് ഷാലോം ടി വിക്ക് വേണ്ടിയായാലും ഗുഡ്നസ് ടി വിക്ക് വേണ്ടിയായാലും കുർബാനകൾ അത് ആൾക്കാരെ കാണിക്കുവാനായിട്ട് ഒത്തിരി ശ്രമങ്ങൾ എടുത്തുകൊണ്ട് അതൊക്കെ ലൈവായിട്ട് പോകുവാനായിട്ട് അച്ഛൻ ഒത്തിരി പരിശ്രമിച്ചു. അതുപോലെ തന്നെ വല്ലാർപാടത്തായിരിക്കുമ്പോഴും ഞാൻ അച്ഛനെ മാസത്തിലൊരിക്കൽ അവിടെ വിളിക്കുമായിരുന്നു. അച്ഛൻ ഒരു തടസ്സവും കൂടാതെ വന്ന് എപ്പോഴും സഹായിക്കാനായിട്ട് തയ്യാറാണ്. അങ്ങനെ ഇവിടെ ആയിരിക്കുമ്പോഴും അച്ഛനുമായിട്ടുള്ള നല്ല സൗഹൃദം, എപ്പോഴും എന്ത് ആവശ്യത്തിനായാലും എന്ത് പരിപാടി ഏറ്റെടുക്കാനായാലും അച്ഛൻ വളരെ സന്തോഷത്തോടെ. അവസാന മാസത്തിൽ നമ്മൾ മിഷൻ ഏരിയയിൽ കഷ്ടത അനുഭവിക്കുന്ന സിസ്റ്റേഴ്സിന് വേണ്ടി ഒരു മനുഷ്യ ചങ്ങല നിർമ്മിച്ചപ്പോൾ പോലും അതിൻ്റെ പുറകിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചത് നമ്മുടെ ജോളിയച്ചനാണെന്നറിയാം. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ ചെയ്തുകൊണ്ടേയിരുന്നു. വാക്കുകൾ കിട്ടുന്നില്ല. അച്ഛൻ്റെ ഓർമ്മകൾ എന്നും മനസ്സിലുണ്ടാകും. ഫാമിലി കമ്മീഷൻ രൂപതാ സെക്രട്ടറി, വരാപ്പുഴ അതിരൂപത BCC കോർഡിനേറ്റർ ആയ ശ്രീ ജോബി തോമസിനെ അനുസ്മരണ സന്ദേശം നൽകുന്നതിനായി ക്ഷണിക്കുന്നു. ജോളിയച്ചനെ കുറിച്ച് ഇരിക്കുന്ന എല്ലാവർക്കും ദീപ്തമായ ഓർമ്മകൾ തന്നെയാണ്. എന്നെ ഏറ്റവും കൂടുതൽ എന്നെയും BCC കോർഡിനേറ്റർ ഹെൻറിയെയും പ്രയാസപ്പെടുത്തിയത് മരിക്കുന്ന ദിവസം 9:15 ദൈവം നിത്യസമ്മാനത്തിനായി വിളിക്കുന്ന ദിവസം 9:15 അടുത്ത 29-ാം തീയതി കൂനമ്മാവ് ഫൊറോനയിലെ എല്ലാ സാമൂഹ്യ ശുശ്രൂഷ കോർഡിനേറ്റർമാരെയും വിളിച്ചുകൊണ്ട് നമുക്കൊരു തൊഴിൽ പരിശീലനത്തെക്കുറിച്ച് ആലോചിക്കണം. ആ തൊഴിൽ പരിശീലന പരിപാടിയിൽ നമ്മുടെ ഫൊറോനയിലുള്ള ജാതിമത ഭേദമന്യേ വിധവകളായ സഹോദരിമാരെയും കൂടി ഉൾപ്പെടുത്തണം എന്ന സന്ദേശം. അതിനുശേഷം ഒരു കൊച്ചു വീഡിയോ, നമ്മളുടെ അമലോത്ഭവമാത ദേവാലയത്തിലെ നൊവേനയുമായി ബന്ധപ്പെട്ടൊരു കൊച്ചു വീഡിയോ. ആ മരിക്കുന്ന ദിവസം ഞാൻ
കൊരട്ടിപ്പള്ളി വികാരിയായിരിക്കുമ്പോഴാണ് ജോളിയച്ഛനെ പരിചയപ്പെടുന്നത്. ഫൊറോന മീറ്റിങ്ങിൽ ഇവിടെ നമ്മളുടെ ദേവാലയത്തിന് മുറ്റത്തുള്ള അല്ലെങ്കിൽ അങ്കണത്തിന് മുന്നിൽ ഉള്ള ആ ഭാഗത്തെ വരാന്തയിലാണ് നമ്മൾ മീറ്റിംഗ് കൂടുന്നത് പൊതുവേ. അത് കഴിഞ്ഞ് പോകാൻ നേരത്തൊരു വാക്കുണ്ട്, താങ്ക്സ് ഏട്ടാ. ഏത് ഘട്ടത്തിലും താങ്ക്സ് ഏട്ടാ. ചാൻസലറും വൈസാസിനും ജിജു അച്ഛനൊക്കെ പ്രസംഗിച്ച പറഞ്ഞ പോലെ ആ പുഞ്ചിരിക്കുന്ന മുഖം സ്വർഗത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ജോളിയച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ജോളിയച്ഛൻ്റെ ആത്മാവിന് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ച് നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അംഗീകരിക്കട്ടെ. ജോളിയച്ഛൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഉണ്ടാവും. അടുത്തതായി അനുസ്മരണ സന്ദേശം നൽകുന്നതിനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഏസാസ് പറപ്പള്ളിയെ ക്ഷണിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന ജോളിയച്ഛൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയാണ്. ചിലർ അങ്ങനെയാണ്, നമ്മളാരും നനച്ചിരിക്കാത്ത സമയത്ത് ഈ ലോകത്തെ വിട്ടുപോകും. വൈദികരും സന്യസ്തരും എന്ന് പറയുന്നത് പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളാണ്. പുഷ്പങ്ങൾക്ക് നിരവധിയായ ധർമ്മങ്ങളുണ്ട്. അത് കാണുന്ന മനുഷ്യർക്ക് നയനമനോഹാരിത ഉണ്ടാക്കുക, സുഗന്ധം പരത്തുക എന്നുള്ള ധർമ്മങ്ങൾ പുഷ്പത്തിൻ്റെതാണ്. ജോളിയച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സമൂഹത്തിൽ ആത്മീയ സുഗന്ധം പകർന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോട് സംസാരിക്കുന്നവർക്കും അദ്ദേഹത്തോടൊപ്പമായിരിക്കുന്നവർക്കും ആത്മീയ സന്തോഷം നൽകിയ ഒരു വ്യക്തിത്വമാണ്. ഒരു പ്രാർത്ഥനയുടെ ഒരു ആൾ രൂപം. അദ്ദേഹത്തിൻ്റെ മരണശേഷം എൻ്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ കുറിച്ചത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം മറ്റൊരു വാടക വീട്ടിലേക്ക് പോയ ഒരു വ്യക്തിയുടെ വീട് വെഞ്ചിരിക്കുന്നതിന് വേണ്ടി കാറിലൊപ്പം സഞ്ചരിക്കുമ്പോൾ ഈ സുഹൃത്ത് പാട്ട് അല്പം ശബ്ദത്തിൽ കാറിൽ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, സുഹൃത്തെ, നമുക്ക് ഈ പാട്ടൊന്ന് ഓഫ് ചെയ്ത് കൊന്ത ചൊല്ലിയാലോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നത്, എപ്പോഴും ആത്മീയതയിലേക്ക് എല്ലാവരെയും നയിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്ന ഒരു വ്യക്തിത്വം, എപ്പോഴും പ്രാർത്ഥന നിരതമായ വ്യക്തി. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നത് അതുതന്നെയാണ്. എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച തീക്ഷ്ണമതിയായ ഒരു വൈദികൻ. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ എന്നും ഉണ്ടാവും. ഞാൻ വിചാരിക്കുന്നത് ജോളിയച്ഛൻ ജോളിയായി തന്നെയാണ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോഴും കർമ്മനിരതനാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പക്കൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഷാരോൺ പണിക്കലിനെ അനുസ്മരണ സന്ദേശത്തിനായി ക്ഷണിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു ദിവ്യബലിയാണ് ഇന്ന് കണ്ടത്. അത്യന്തം വൈകാരികമായിട്ടുള്ളൊരു ദിവ്യബലി. ദിവ്യബലിക്കിടയിൽ ഞാൻ എൻ്റെ ചുറ്റുമുള്ളവരുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. പലരും ദിവ്യബലിക്കിടയിൽ കരയുകയാണ്. ആ കണ്ണുകളിൽ ഞാൻ കണ്ടത് അച്ഛനോടുള്ള ഈ നാട്ടുകാരുടെ സ്നേഹം തന്നെയാണ്. ഇപ്പോഴും നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കിയാൽ വളരെയധികം വൈകാരികതയോടുകൂടിയാണ് നിങ്ങളെല്ലാവരും ഇരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ സംസാരിക്കുന്നവരെക്കാളേറെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അച്ഛനെ പറ്റി പറയുവാനായിട്ടുണ്ടാവും. ഞാനും വളരെയധികം ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേട്ടത്. നമുക്കറിയാം, അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ വളരെ എനർജറ്റിക്കാണ്. ഒരിക്കലും ഈ ഒരു സമയത്ത് അച്ഛൻ നമ്മളെ വിട്ടുപോകുമെന്ന് നമ്മളാരും കരുതിയതല്ല. പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം അങ്ങനെയായിരുന്നു. അച്ഛൻ നമ്മളെ വിട്ടുപോയി. എന്നിരുന്നാലും അച്ഛൻ്റെ ഓർമ്മകൾ എന്നും ഈ നാട്ടിൽ നിലനിൽക്കും. നമുക്കറിയാം, നമ്മുടെ ഇടവക എന്നുള്ളത് താരതമ്യേന ചെറിയൊരു ഇടവകയാണ്. എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്,
ഈ ചെറിയ കാലയളവിൽ ഏകദേശം 20 ലക്ഷത്തോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പള്ളിയിലും പള്ളിയുടെ ചുറ്റുപാടുമുള്ള ഒരു പ്രദേശങ്ങളിലും ചുറ്റിപ്പറ്റി കിടക്കുന്ന ഇടങ്ങളിലും അച്ഛൻ നടത്തിയെന്നുള്ളത് വളരെ വലിയ ഒരു അടയാളം തന്നെയാണ്. അച്ഛൻ ഇവിടെ ബാക്കി വെച്ച് പോയിട്ടുള്ളത്. അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു. കോട്ടുവള്ളി പഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പർ ശ്രീ VH ജമാലിനെ അനുസ്മരണ സന്ദേശം നൽകുന്നതിനെ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മളെല്ലാവരും കുറച്ച് ദിവസങ്ങളായിട്ട് ദുഃഖത്തിലാണ്. നമ്മുടെ ജോളി അച്ഛൻ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ആ ഒരു ദുഃഖത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. 2022 ജോളി അച്ഛൻ ഈ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അച്ഛൻ വന്ന് ചാർജ് എടുത്ത് ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛനെ ഞാൻ കാണാൻ വരുന്നത്. കാരണം ഒരു ചാർജ് എടുത്ത് കഴിയുമ്പോൾ അവിടെ തിരക്കുകളുണ്ടാവും. അങ്ങനെ അച്ഛനായിട്ട് സംസാരിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ജമാലിക്ക് എനിക്കറിയാം, ഇടവകയിലെ ആളുകളൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞ് അച്ഛനൊക്കെ ആയിട്ട് സംസാരിച്ചു. എൻ്റെ നമ്പറുകളെല്ലാം അച്ഛൻ വാങ്ങി. ഇടയ്ക്ക് ഞാൻ വിളിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, അച്ഛനെ ഞാൻ അങ്ങോട്ട് വിളിക്കും എന്നൊക്കെ വളരെ സൗഹൃദ സംഭാഷണം ഞാനിന്ന് ഓർക്കുകയാണ്. മരണ വിവരം ഞാൻ ആദ്യം എന്നെ അറിയിക്കുന്നത്, ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാർഡ് മെമ്പർ ബിന്ദു ജോർജ് എന്നെ അറിയിക്കുന്നത്. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ബിന്ദുവിനോട് തന്നെ ഞാൻ ചോദിച്ചു, എന്തായി പറഞ്ഞത്, ശരിയാണോ? ശരിയാണ് ജമാലിക്ക എന്ന് പറഞ്ഞു. ആ ഞെട്ടല് മാറിയിട്ടില്ല. ഇന്നലെ രാത്രിയും ഞാൻ അച്ഛൻ എനിക്ക് അയച്ചിരിക്കുന്ന വോയിസുകൾ, അതല്ലെങ്കിൽ അച്ഛൻ്റെ ചില വാർത്തകളൊക്കെ നമുക്ക് അയച്ചു തരാറുണ്ട്. അച്ഛൻ പല കാര്യങ്ങളിലും നമ്മൾ വിളിക്കാറുണ്ട്. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം മുമ്പാണ് അച്ഛൻ എന്നെ രാത്രി ഒരു ദിവസം വിളിച്ചത്. കോട്ടുപള്ളിയിലുള്ള ഒരാളെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വിളി വന്നത്. അപ്പം അച്ഛൻ്റെ കോള് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അത് എടുക്കുകയും ചെയ്യും. ഏതെങ്കിലും കാരണവശാൽ തിരക്കാണെങ്കിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അച്ഛൻ വോയിസും കൂടി ഇടാറുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം ഈ 10 ദിവസം മുമ്പാണ് ഞാനത് ഇന്നലെയൊക്കെ കിടന്ന് ഞാൻ അത് ആലോചിക്കുകയായിരുന്നു. അച്ഛൻ്റെ ഭൗതിക ശരീരം നമ്മുടെ ഈ പള്ളിയിലേക്ക് ആംബുലൻസിന് കടന്നു വരുമ്പോൾ അച്ഛൻ്റെ ആ മുഖം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. എന്തൊരു പ്രകാശമായിരുന്നു. മരണപ്പെട്ട് കിടക്കുന്ന ബോഡികൾ നമ്മൾ പല ആളുകളുടെയും കാണുന്നതാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അച്ഛൻ്റെ ആ മുഖം സൂര്യപ്രകാശം ഉള്ള പോലെ അത്രയും ക്ലിയറായിട്ട് കിടക്കുന്നു. വളരെയധികം സന്തോഷത്തോടു കൂടി, ഒരു ദുഃഖവുമില്ലാതെയാണ് അച്ഛൻ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. അച്ഛൻ്റെ വേർപാട് ഇടവക അംഗങ്ങൾക്കൊപ്പം ഈ നാടിനും ഈ നാട്ടിലെ നാനാജാതി മതസ്ഥർക്കും അച്ഛൻ്റെ വേർപാട് തീരാ നഷ്ടമാണ് എന്ന് ഓർക്കുകയാണ്. അച്ഛൻ്റെ ആത്മാവിനെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അനുസ്മരണ സന്ദേശം നൽകുന്നതിനായി 15-ാം വാർഡ് മെമ്പർ ശ്രീമതി ബിന്ദു ജോർജിനെ ക്ഷണിക്കുന്നു. ആദ്യമായി തന്നെ ഞാൻ ഈ ദേവാലയം ഉൾക്കൊള്ളുന്ന പഞ്ചായത്ത് വാർഡിലെ
മെമ്പർ എന്ന നിലയിൽ സ്നേഹനിധിയായ ജോളിയച്ചൻ്റെ അകാല വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ആദ്യമായി തന്നെ ജോളിയച്ചൻ വികാരിയായി നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ ദേവാലയം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വള്ളുവള്ളി പള്ളി വിശുദ്ധ ഔസ്യപിതാവിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുവാനുള്ള അതിയായ സ്വപ്നത്തോടു കൂടിയാണ് ജോളിയച്ചൻ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നത്. അച്ഛൻ എന്ത് തീരുമാനങ്ങൾ എടുത്താലും അത് പൂർണ്ണമായി നടക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം അച്ഛനുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ വലതുകരം കൊടുക്കുന്നത് ഇടതുകരം അറിയുന്നില്ല എന്നാണ്. നാനാജാതി മതസ്ഥരായ ആളുകൾ നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനാ സഹായം തേടിയാണെങ്കിലും സാമ്പത്തിക സഹായം തേടിയാണെങ്കിലും വരുന്ന സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ഏതൊരാളെയും വെറും കൈയോടെ മടക്കി അയക്കാതെ അവരെ സഹായിക്കാനുള്ള നല്ലൊരു മനസ്സ് നമ്മുടെ പ്രിയങ്കരനായ ജോളിയച്ചനുണ്ടായിരുന്നു. നമ്മൾ ഏത് സമയവും നമ്മുടെ അച്ഛനെ നമ്മൾ കാണുകയാണെന്നത് നമ്മുടെ കയ്യിൽ എപ്പോഴും ജപമാലയോടുകൂടി പ്രാർത്ഥനയോടുകൂടിയുള്ള ഒരച്ഛനെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കുർബാനകളാണെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥനകളാണെങ്കിലും നമ്മുടെ പേര് ചൊല്ലി നമ്മളുടെ ഓരോരുത്തരെയും എത്ര സമയം പോയാലും ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാർത്ഥിക്കുന്ന ഒരച്ഛൻ ജോളിയച്ഛൻ മാത്രമായിരിക്കും. 1 മണിക്കൂറോളം ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ് വിദ്യാർത്ഥികളായാലും രോഗികളായാലും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായാലും എല്ലാവരും, അതുപോലെ തന്നെ ആ ജപമാല പിടിച്ച കൈകൾ കൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ നമ്മളുടെ പ്രാർത്ഥന നടക്കുമെന്നുള്ളത് ഞാനടക്കം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അനുഭവമാണെന്നുള്ളത് നമുക്കറിയാം. ഏതൊരു വിഷയങ്ങളും യെസ് പറയാൻ സാഹസം കാട്ടുന്ന നമ്മുടെ വികാരി അച്ഛനെയാണ് നമുക്ക് നഷ്ടമായത്. അദ്ദേഹം തൊട്ടതൊക്കെ വള്ളുവള്ളി പള്ളിയുടെ കാര്യത്തിൽ ചരിത്രമാകുകയാണ്. പള്ളിയുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അച്ഛന് ഒരു ടാസ്ക് കൊടുക്കുകയും അവരെ പ്രാപ്തരാക്കുന്ന വ്യക്തിത്വങ്ങൾ വളരെ കുറവാണെങ്കിലും പക്ഷെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസ്സാര കാര്യമാണ്. തീ പിടിച്ച ആത്മാവ് അതുതന്നെയാണ് നമ്മുടെ ജോളിയച്ഛൻ. എല്ലാവരോടും ആത്മീയവും ഭൗതികവുമായ കാര്യം ഒരുപോലെ ചർച്ച ചെയ്യുന്ന അച്ഛന്മാരുണ്ടാകാം. പക്ഷേ പരിചയപ്പെട്ടവർക്കെല്ലാം അച്ഛൻ്റെ സ്വഭാവം വേറിട്ടൊരനുഭവമായി എന്നും ഓർമ്മയിലുണ്ടാകും. ഇപ്പോൾ അച്ഛൻ്റെ ദൈവത്തിൻ്റെ വലതുഭാഗത്തിനെ തന്നെ ഉണ്ടാകും ഒന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അച്ഛൻ്റെ ദീപസ്മരണയ്ക്ക് മുമ്പിൽ 1000 പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതിരൂപത BCC കോർഡിനേറ്റർ ശ്രീ ഹെൻറി ജോസഫിനെ അനുസ്മരണ സന്ദേശം നൽകുന്നതിനായി ക്ഷണിക്കുന്നു. ജോളിയച്ചനെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചോടും ചോദിച്ചു കഴിഞ്ഞാൽ 1000 നാവായിരിക്കും. കാരണം കഴിഞ്ഞ 3.5 വർഷമായി അനുഭവിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഇവിടെയുള്ള ഓരോ മണൽത്തരിക്കും, അച്ഛൻ്റെ പാദസ്പർശനമേറ്റ ഓരോ മണൽത്തരിക്കും ആ കഥകൾ പറയാനുണ്ടാവും. ആ കഥകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. ഒരാൾ മരിച്ച ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ നിത്യസമാനത്തിനായി ദൈവസന്നിധിയിലേക്ക് യാത്രയപ്പോൾ ആ യാത്രയപ്പിന് എത്തിച്ചേർന്ന ജനങ്ങളെ നോക്കിയാൽ ഈ പള്ളി പരിസരം മാത്രമല്ല, ലൂർദ് ആശുപത്രി, ചിറ്റൂർ തിരുക്കുടുംബ ദേവാലയം, ചിറ്റൂരൊക്കെ അന്ന് വഴി ബ്ലോക്കായിപ്പോയി. അപ്പോൾ അച്ഛനെ അത്രയേറെ സ്നേഹിക്കുന്ന ജനങ്ങളാണ് ഈ നാട്ടിലുള്ളത്. അച്ഛൻ്റെ സ്നേഹം, അച്ഛൻ അവരോട് എന്ത് കാണിച്ചു ആ സ്നേഹം അവർ തിരിച്ചു നൽകി. ഇനി ഒരിക്കലും അച്ഛന് നൽകാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു ദുഃഖം മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്. അച്ഛൻ്റെ മാതാപിതാക്കളിട്ട പേര് ജോളി, ആ പേര് അന്വർത്ഥമാക്കുകയാണ്. ജോളി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സന്തോഷം, ആനന്ദം. അച്ഛനോട് നമ്മൾ ഇടപെട്ടാൽ ആ സന്തോഷം, ആ ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു ആനന്ദം നമ്മൾക്ക് എല്ലാവർക്കും ലഭിക്കും. ആ ആനന്ദം നമ്മൾക്ക് എല്ലാവർക്കും നൽകുന്നതുകൊണ്ടാണ് അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടം. എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ ലഭിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ബുധനാഴ്ച നൊവേന, 6 നൊവേന. അതിനെക്കുറിച്ചുള്ള ആ എല്ലാ ചൊവ്വാഴ്ചയും കഴിഞ്ഞ കുറേ ചൊവ്വാഴ്ചകളായിട്ട് അച്ഛനത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയും വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അച്ഛൻ ഈ ഇടവകയിലായിരിക്കുമെന്ന്, പള്ളിയിലായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അച്ഛൻ ലൂർദ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന്. ഞാൻ നമ്മുടെ പാരിഷ് കൗൺസിൽ സെക്രട്ടറി സ്റ്റെബിനായിട്ട് സംസാരിച്ചു. സ്റ്റെബിൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ വളരെ ഗുരുതരാവസ്ഥയിലാണ്. അപ്പോൾ അതിനുശേഷമാണ് അതിരൂപതയിൽ നിന്നും ഒരു കുറിപ്പിറങ്ങി എല്ലാവരും പ്രാർത്ഥിക്കുക. വീണ്ടും
വൈകിട്ട് ഒരു 7 മണിയായപ്പോഴത്തേക്കും സ്റ്റെബിൻ വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ ചേട്ടാ അച്ഛൻ നമ്മൾ വിട്ടുപോയി എന്ന്. അത് കേട്ട നിമിഷം നമ്മൾക്കത് തരിച്ചിരുന്നു പോയി എന്ന് നമ്മൾ പറയുന്നത്, ഒന്നും മിണ്ടാനാവാത്ത ഒരവസ്ഥയിലായിപ്പോയി. അത്ര പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിയുമെന്ന് ആർക്കും കരുതാൻ സാധിച്ചിരുന്നില്ല. അത്രയ്ക്ക് ആത്മവിശ്വാസമായിരുന്നു. അതിനൊരാഴ്ച മുമ്പാണ് അച്ഛൻ ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, എന്താണെന്ന് ചേട്ടാ വിളിച്ചത്, നമ്മൾ സെപ്റ്റംബർ മാസം 28-ാം തീയതി പ്ലാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു, അച്ഛൻ നമുക്ക് അച്ഛൻ സുഖമായിട്ട് വന്നിട്ട് നമുക്ക് നടത്താം. ലാസ്റ്റ് സംഭാഷണം അതായിരുന്നു. അച്ഛൻ്റെ ആ സ്വരം ഒരു ക്ഷീണിതമായൊരു സ്വരമായിരുന്നു അച്ഛന്. ഏതാണെങ്കിലും അച്ഛൻ പ്രാർത്ഥനയുടെ ഒരു വ്യക്തിയായിരുന്നു. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നത്, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാത്ത ഒരു വ്യക്തിയായിരുന്നു. 6 നൊവേന ബുധനാഴ്ച എത്തിക്കും. അതിനുശേഷം നമ്മൾ അച്ഛനെ ഒന്ന് കാണാൻ വന്നു കഴിഞ്ഞാൽ, ഞാൻ പല പ്രാവശ്യവും മേടയിൽ വന്നു കഴിയുമ്പോൾ അച്ഛൻ അൾത്താരയിൽ 2 കൈയും വിരിച്ചു പിടിച്ചു എന്നുണ്ട്. കയ്യിൽ ആ ജപമാല ഉരുക്കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്രയും ജപമാല ചൊല്ലാൻ സാധിക്കില്ല. നേരത്തെ നമ്മുടെ എബിജൻ അച്ഛൻ പറഞ്ഞതുപോലെ 100 പുരുഷായുസിൽ ജപിച്ച് തീരേണ്ട ജപങ്ങളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോളിയച്ഛൻ നമ്മൾക്കായിട്ട് കാഴ്ചവെച്ചത്. കഴിഞ്ഞ നമ്മുടെ അനുശോചന മീറ്റിങ്ങിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ESSന്റെ സിജൻ മണവേലിപ്പറമ്പിൽ അച്ഛൻ പറഞ്ഞു, കഴിഞ്ഞ ശനിയാഴ്ച അച്ഛൻ്റെ ഒരു മിസ് കോൾ കണ്ട് തിരിച്ചു വിളിച്ചപ്പോൾ അച്ഛൻ ആവശ്യപ്പെട്ടത് ഈ ഇടവകയിലെ ജനങ്ങൾക്കുണ്ട്, തൻ്റെ മക്കൾ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടെയുണ്ട്, ഇൻഷുറൻസ് പദ്ധതി എന്നാണ് ഈ വർഷത്തെ എന്നാണ് ചോദിച്ചത്. ആ ഇൻഷുറൻസ് പദ്ധതി അച്ഛൻ പറഞ്ഞു, അച്ഛാ അത് നവംബർ ഡിസംബറിലാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കാം, ആ ലിസ്റ്റിൽ അവരെല്ലാം ഉൾപ്പെടുത്തണം. അവർക്കെല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളാണ്. ആ ലിസ്റ്റ് അച്ഛൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വളരെ കരുതലുള്ള ഒരു വ്യക്തി നമ്മളിൽ നിന്ന് കടന്നുപോയപ്പോൾ നമ്മളിലുണ്ടാക്കിയ ഒരു വിടവ്, ജോളിയച്ഛന് പകരം മറ്റൊരു ജോളിയച്ഛൻ ഉണ്ടാവുകയില്ല. അത് നമ്മളെപ്പോഴും പറയുന്ന ഒരു, പക്ഷേ ജോളിയച്ഛന് പകരം ജോളിയച്ഛൻ മാത്രം. ജോളിയച്ഛൻ്റെ മങ്ങാത്ത ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇടവക BCC ലീഡർ ശ്രീ സേവ്യർ ആര്യഞ്ചേരിയെ ക്ഷണിക്കുന്നു. ഞാനും അച്ഛനും തമ്മിൽ പരിചയപ്പെട്ടിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. എന്നാലും ഒരുപാട് കാലത്ത് പരിചയമുള്ളവരാണ് ഞങ്ങൾ പെരുമാറിയിരുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് തന്നെ വിളിച്ചിരുന്നു അച്ഛൻ. കഴിഞ്ഞ തിങ്കളാഴ്ച എന്നോട് പറഞ്ഞു, സേവരേട്ടാ ഞാൻ 3 ദിവസത്തെ ചികിത്സയുണ്ട്, അതിന് പോവുകയാണ്, 3 ദിവസം കഴിഞ്ഞാൽ വരുള്ളൂ എന്ന് പറഞ്ഞ് വളരെ ജോലിയായിട്ട് ചിരിച്ചു കളിച്ച് പോയാൽ ഞാൻ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 5 മണിക്ക് എനിക്ക് കോള് വന്നു, ഒരു ഫോൺ വിളി വന്നു. ജോലിയച്ഛൻ്റെ വിശേഷം എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നത് യേശസ് പഴംപള്ളി അച്ഛനെയാണ്. ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ്, ചേട്ടാ അച്ഛന് ഇത് സീരിയസ് ആണ്, എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയണം എന്ന് പറഞ്ഞു. കുറച്ച് ഒരു 6:52 ആയപ്പോഴേക്കും എന്നെ വിളിച്ച് അച്ഛൻ മരിച്ചു എന്നുള്ള വാർത്തയാണ് എന്നെ അറിഞ്ഞു കഴിഞ്ഞത്. അച്ഛൻ്റെ മുമ്പിൽ ഞാൻ 1000 പ്രണാമം അർപ്പിക്കുക. നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനത്തിന് നന്ദി അർപ്പിക്കുന്നതിനായി ഇടവക പാരിഷ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ ഷിബു വാഴപ്പള്ളിയെ ക്ഷണിക്കുന്നു. ഇന്നലത്തെ സംസ്കാര ചടങ്ങിൽ സിജനച്ചൻ പറഞ്ഞ ഒരു വാക്ക്, പച്ചമരത്തെ പോലും ദഹിപ്പിക്കുന്ന തീക്ഷ്ണതയിൽ ജ്വലിക്കുന്ന വികാരിയച്ചൻ. ആ തീപ്പൊരി വീണ ഇടവകയിലെ ഭാഗ്യജനത. നമ്മൾ ഓരോരുത്തരും ആ തീപ്പൊരി ഊതിക്കാച്ചിയെടുക്കണം. തൻ്റെ ജീവിതത്തിൽ ഒന്നും വേണ്ട, ഇന്നേക്ക് വേണ്ടി മാത്രം നാളേക്കുള്ളത് ദൈവം തരും. ജോളിയച്ചൻ രാവിലെ വസ്ത്രമിട്ട് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതുവരെ ആ തൂവൺമയിൽ നിറയാനാണ് അച്ഛനിഷ്ടം. അച്ഛൻ പറയുന്നത്, എന്നെ കാണാൻ മാതാവിൻ്റെയും ഔസേപിതാവിൻ്റെയും മധ്യസ്ഥം അപേക്ഷിച്ച് ആരെങ്കിലും വന്നാൽ അച്ഛൻ അവിടെ റെഡിയായിരിക്കും. ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് വിശ്വാസികൾ ഒക്കെ മനസ്സിൽ നിറയുമ്പോൾ ചില കാര്യങ്ങൾ തുടങ്ങാൻ വൈകും. പക്ഷേ തീരുന്ന സമയം അതിൽ മാത്രം മാറ്റമില്ല. തുടങ്ങാൻ എത്രമാത്രം വൈകിയോ അതിലേറെ ഇരട്ടി സമയം പ്രാർത്ഥിച്ച് മനോഹരമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു വികാരിയച്ഛൻ. ഞാനൊരു രാത്രിയിലെ ഒരു സംഭവം ഓർക്കുകയാണ്. അച്ഛൻ ഇവിടെ വന്നിട്ട് 40 മാസം 13 ദിവസമായി. 2023 മെയ് 1 തിരുനാളിന്
ഫ്ലെക്സ് വയ്ക്കാൻ മിക്ക സമയങ്ങളിലും അച്ഛൻ കൂടെ വരാറുണ്ട്. അന്നൊരു ദിവസം ഞാനും അച്ഛനും ഒരു ഓട്ടോ ഡ്രൈവറുമാണ് പെട്ടി ഓട്ടോറിക്ഷയിലാണ് പോയത്. പെട്ടി ഓട്ടോറിക്ഷയിൽ പോകാറുണ്ട്. ഏതെങ്കിലും ഒരു വികാരി അച്ഛൻ പെട്ടി ഓട്ടോറിക്ഷയുടെ ബാക്കിലിരുന്ന് പോകുമോ? വിശ്വസിക്കാനാവില്ല. രാത്രി ഏകദേശം 1:30 മണിയാകുമ്പോൾ അച്ഛൻ എവിടെയെങ്കിലുമൊക്കെ വെക്കണമെന്നുള്ള പൊസിഷൻ ഞങ്ങൾക്ക് കാണിച്ചു തരും. പറവൂർ സെൻറ്റ് ജർമ്മൻസ് റോഡിൽ ഞങ്ങൾ 2-3 ഫ്ലെക്സ് അവിടെ റോഡിലിട്ട് തന്നെ അടിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ള വള്ളുവളിയിലെ ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, അച്ഛനെവിടെ? ഞാൻ നോക്കി, അച്ഛനെ കാണാനില്ല. അച്ഛൻ്റെ ഫോൺ അടിച്ചു നോക്കി. അച്ഛൻ്റെ ഫോൺ അടിക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. നോക്കിയപ്പോൾ അച്ഛൻ ആ സമയമായപ്പോൾ അച്ഛൻ ഉറക്കം വന്നിട്ട് കടയുടെ വരാന്തയിൽ കിടന്നുറങ്ങുകയാണ്. അച്ഛനെ കണ്ടുപിടിക്കാൻ ഏകദേശം ഒരു 5 മിനിറ്റോളം എടുത്തു. എവിടെയാണെന്നറിയില്ല. ഫോൺ വിളിച്ചിട്ട് വണ്ടിയിലുള്ളത് കൊണ്ട് കണ്ടില്ല. അങ്ങനത്തെ ഒരു അച്ഛൻ ഏകദേശം 40 മാസത്തോളമുള്ള ഒരു തീക്ഷണമായ പ്രവർത്തനങ്ങളുടെ ഭാഗത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അച്ഛൻ്റെ ഔദ്യോഗിക ആ ഒരു ജീവിതം നിർത്തിവെച്ച് കടന്നു പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രഭാതം മുതൽ ഓടി നടക്കുന്ന ജോളിയച്ഛൻ്റെ വേഗത മരണത്തിലേക്ക് നടക്കുമ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നത് ഓർക്കുകയാണ്. അതിരൂപതയ്ക്ക് വേണ്ടി ഒരു ബാധ്യത വരുത്തി വയ്ക്കാൻ പാടില്ല എന്ന്. ഒരുപക്ഷെ പെട്ടെന്നുള്ള ഒരു മരണത്തിലൂടെ അച്ഛൻ ആ വാക്ക് നിറവേറ്റുകയാണ്. ഒരു കുടുംബനാഥൻ കാര്യങ്ങൾ നോക്കി നടത്തുമ്പോൾ ഒരു കാര്യവും ആരും അന്വേഷിക്കാറില്ല. മക്കളെല്ലാവരും അതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാതെ നടക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ശൂന്യതയിൽ തപ്പിത്തടയുന്ന ഇപ്പോഴത്തെ ഒരു നിസ്സഹായാവസ്ഥ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അച്ഛൻ ഏറ്റെടുത്ത ഈ ദൗത്യം 2 ആഴ്ച അച്ഛനൊരു റെസ്റ്റായി ഇവിടെ ഇരുന്നപ്പോൾ ആണ് ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു ചെറിയ പ്രോബ്ലംസ്. അച്ഛൻ എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും ഒരു നവേന സെൻറ്ററിൽ പോയി അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അങ്ങനെയാണ്. അച്ഛൻ വരുന്ന ദേവാലയങ്ങളിൽ കുർബാനകളുടെ എണ്ണം കൂടും. നൊവേനകളും ആരാധനകളും മുടങ്ങാതെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ വിശ്വാസികൾ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കും. അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നടക്കും. നാളേക്ക് മറ്റൊരാൾ സഹായമായി എത്തിക്കും. ഇടവകയിലെ ഏകദേശം 285 കുടുംബങ്ങൾ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ കാഴ്ചവെപ്പിന് ഇന്നലെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഇന്നലെ നമ്മളൊരു 7 മണിക്ക് മീറ്റിംഗ് കൂടിയപ്പോൾ ഏകദേശം ഈ പകുതിയിലിരിക്കുന്ന അത്രയും ആൾക്കാരാണ് ആ യോഗത്തിന് ഇന്നത്തെ ആലോചനയ്ക്ക് വേണ്ടിയിട്ട് വന്നത്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ജോളിയച്ഛൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാകുമോ? ഒരുപക്ഷെ എല്ലാവരും, എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഇന്നത്തേക്ക് വേണ്ടി പണം സ്പോൺസർ ചെയ്തു. കുറച്ച് പേര് തന്നു, കുറച്ച് പേര് കയ്യിൽ കൈവച്ചു. എനിക്ക് മേടിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഈ സമയത്ത് കഴിയുന്ന വിധത്തിൽ എല്ലാവരും സഹായിക്കണം. അടുത്തുള്ള പ്രവർത്തനങ്ങൾ അച്ഛൻ ചോദിക്കുന്ന ആരെങ്കിലും ഒരു സ്പോൺസറും ഉണ്ടാകും. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അച്ഛന് ആ സ്പോൺസർ തുക നൽകാറുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം അച്ഛൻ പറയും, എനിക്ക് മെയ് 1 ഒരു 200 കിലോ ഇറച്ചിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നത്, ചേട്ടൻ എനിക്ക് ഒരു 25 കിലോ ഇറച്ചിയുടെ പൈസ തന്നാൽ മതി. എത്രയാവും അച്ഛൻ? അതൊരു 15,000 രൂപ. അച്ഛൻ ഞാൻ 50,000 രൂപ തന്നേക്കാം. അച്ഛൻ്റെ വാക്കുകളുടെ വില, പ്രവർത്തനങ്ങളുടെ രീതി ഒന്നും നമ്മളുടെ കയ്യിൽ നിൽക്കില്ല. ഇനിയുമുള്ള ഓരോ സഹായത്തിനും പ്രതികരണത്തിനും എല്ലാവർക്കും, ഇന്നലെ ഇവിടെ സഹകരിച്ച എല്ലാവർക്കും, ഇന്നിപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഒരു കൺവീനർ എന്ന രീതിയിൽ ബേസിൽ ചേട്ടൻ ഏറ്റവും സ്വയമായി ഏറ്റെടുത്ത് മുന്നോട്ട് വരികയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്കിന്ന് ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കൈക്കാരൻ ആൻഡ്രൂസ് പുത്തമ്പറമ്പിൽ, ഇവർ 2 പേരെയും പേരുകൾ മാത്രമാണ് പറയുന്നത്. ജോളിയച്ഛനായിരുന്നെങ്കിൽ ഇന്നിവിടെ വന്നിരുന്ന എല്ലാവരുടെയും പേരുകൾ ശേഖരിച്ച് ഓരോരുത്തർക്കും നന്ദി പറയുമായിരുന്നു. ഇവർക്കുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജോളിയച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം ഇവിടെ എത്തിയ ആ രാത്രി തുടങ്ങി നേരം പുലരുവോളം അച്ഛൻ്റെ ഒരു പ്രത്യേകത, എല്ലാ ദേവാലയങ്ങളിലും ഫൊറോനയിലെ 14 ഇടവകയിലെ ദേവാലയങ്ങളിലും
ഫ്ലെക്സ് വെച്ചു. അതുപോലെ നമ്മളുടെ പള്ളിയിൽ ഒരു 15ഓളം, പിന്നെ ഒരു വലിയ ഫ്ലെക്സ്. അതിനുശേഷം രാവിലെ വെളുപ്പിനെ മാളയിൽ പോയി പൂവ് വാങ്ങി. ജോളിയച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഫ്രഷായിട്ടുള്ള പൂവ്. പ്ലാസ്റ്റിക്കിൻ്റെ പൂവിൻ്റെ കാര്യം അച്ഛനോട് എപ്പോഴും ആരെങ്കിലും പറയും, അച്ഛൻ പറയും ഞാനുള്ള സമയം എനിക്ക് ഫ്രഷ് പൂവ് തന്നെ വേണം, അതങ്ങനെ പോയിക്കോട്ടെ. പിന്നെ മറ്റൊരു കാര്യം, അന്ന് സഹകരിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും സ്നേഹവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികർ അത് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് നൽകുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപ്രകാശമായ ദൈവമേ, അങ്ങയുടെ പ്രിയമകൻ ജോളിയച്ഛൻ്റെ ആത്മാവിന് സ്വർഗത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും അവിടുന്ന് നൽകണമേ. അങ്ങേ പ്രിയജനമായ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ ആഹരിക്കാൻ പോകുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടുന്ന് കനിഞ്ഞ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിപാലനയും സമാശ്വാസവും ഞങ്ങൾക്ക് നൽകി അവിടുന്ന് ഞങ്ങളെ നിത്യം നയിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.